അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അമ്മു എന്ന് പറഞ്ഞാൽ അഹാനയാണ്. അഹാനയെ കുറിച്ചാണ് അഹാനയുടെ അമ്മൂമ്മ ഇന്നലെ നടത്തിയ ഒരു അഭിമുഖത്തിൽ ഈ കാര്യങ്ങൾ തുറന്നടിക്കുന്നത്. അതായത് അമ്മൂമ്മയെ തല്ലാൻ വരെ അമ്മു കൈവോങ്ങി എന്നും ഇനി എന്നെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിന് വിവരം അറിയിക്കുമെന്ന് അഹാനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അമ്മൂമ്മ പറയുന്നത്. അമ്മൂമ്മയുടെ വീഡിയോ വന്നപ്പോൾ മുതൽ എല്ലാവരും അഹാനയ്ക്കെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബം മൊത്തം നാറിയെന്നും മാത്രമല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോയ ഒരു കുടുംബത്തിന്റെ ഇമേജ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് എന്ന തരത്തിൽ മോശം കമന്റുകളാണ്. മാത്രമല്ല സിന്ധു കൃഷ്ണ അച്ഛനോട് അമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇനി അടുത്തതായി ഇവർ പറയുന്നത്. എന്റെ ഭർത്താവിനോട് പറയും, ഡാഡി ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡി എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയെന്ന്. ആ സ്ത്രീ അങ്ങ് ചത്താ മതിയായിരുന്നു ഡാഡി. സ്വന്തം അമ്മ മരിച്ചെങ്കിൽ അച്ഛനെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയേനെ, ഇതൊന്നും ചാവാതെ കിടക്കുന്നല്ലോ എന്നാണ് സിന്ധു കൃഷ്ണ സംസാരിച്ചതായി ഈ അമ്മൂമ്മയുടെ വെളിപ്പെടുത്തൽ. സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ സിന്ധു കൃഷ്ണയ്ക്കെതിരെയും അഹാനയ്ക്കെതിരെയും ഒക്കെ തിരിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അഹാന ഈ അമ്മൂമ്മയെ കുറിച്ച് തൻവിയോട് അയച്ച മെസ്സേജിനെ കുറിച്ചും തൻവി ഇന്നലെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അഹാന അയച്ച ഒരു മെസ്സേജാ, തൻവി യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗ് ഇഫ് യു. എനിക്ക് തല എന്റെ കൊച്ചാണ് സത്യം. അഹാന അയച്ചേക്കുന്ന മെസ്സേജാ അമ്മൂമ്മനെ കുറിച്ച് കൊച്ചുമോൾ പറഞ്ഞു. എത്ര തന്നെ ആയാലും ഒരു അമ്മൂമ്മയെ കുറിച്ചാണ് അഹാന ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരുടെയും പ്രശ്നങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിനിടയിലാണ് തൻവിയുടെയും അമ്മൂമ്മയുടെയും പുതിയൊരു അഭിമുഖം കൂടി പുറത്തു വന്നപ്പോൾ അഹാനയുടെ തനി സ്വഭാവം എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നും പുറമേ വലിയ മാന്യതയും വലിയ റിച്ചൊക്കെ കാണിച്ച് നടക്കുന്ന ഈ വ്യക്തികളൊക്കെ എന്ത് മാന്യതയാണ് പുലർത്തുന്നത് എന്നാണ് കമന്റിലൂടെ പലരും ചോദിക്കുന്നത്. എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.